ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രോസൺ കസ്റ്റേർഡ്സ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ചെമ്പരത്തി താളിയാണ്. നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ അതൊരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി, ഉണക്കിയതല്ല, ഒരു കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ വെയിലത്ത് വെച്ചിരുന്ന ചെമ്പരത്തിയെ നമ്മൾ എടുക്കുന്നുണ്ട്. ഞെട്ടൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പരത്തിയിലെ ഞെട്ട് കളഞ്ഞപ്പോഴും അതിനകത്ത് തന്നെ വരുന്ന ഉറുമ്പുകളാണ്. കാരണം ആ ഒരു തേന് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി അത്ര ഇങ്ങനെ ഫ്രിസി ആയിട്ട് കിടക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു തേനാണ് നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ട് കിടക്കാനുള്ള ഒരു ടെൻഡൻസി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ അടുത്ത് രണ്ടാമതായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തിട്ടുള്ള ഒരു നമ്മുടെ മൈലാഞ്ചിയുടെ ഇല നമ്മൾ പറിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടി ഇടുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മൾ ആ ഒരു ഞെട്ട് എടുക്കുന്ന പ്രോസസ്സാണ്. ഞെട്ടും പിന്നെ നമ്മൾ ആ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു പ്രോസസ്സ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യാന്ന് പറയുന്ന സീഡ് വെള്ളത്തിൽ കുതിർത്തതിൻ്റെ വെള്ളവും ചിയാ സീഡ്സും അതിനകത്തിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരുന്ന ചെമ്പരത്തി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇടുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ചെമ്പരത്തി നമ്മൾ അരയ്ക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. നല്ല അടിപൊളി പേസ്റ്റായിട്ട് അരച്ച് വന്ന് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ച് കിട്ടും നമുക്ക്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയറിൻ്റെ വീഡിയോ. നല്ല രസമായിട്ട് നമ്മുടെ ഹെയർ നിൽക്കുന്നുണ്ട്. അത്ര ഫ്രിസി അല്ല, അത്ര എണ്ണ വിളിച്ച് ഒട്ടിയിരിക്കുന്ന അവസ്ഥയല്ല. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ഹെയറിൻ്റെ അവസ്ഥ കാണിച്ചു തരാം.